അസ്സലാമലൈക്കും മുത്തുമലയുടെ ചങ്കുകൾ, എന്താണ് വിശേഷങ്ങൾ? സുഖമല്ല. നമ്മളിപ്പോൾ ഉള്ളത് അബു ഹുസൈനിയ ഇവിടെയാണ്, മുജമ്മന്റെ അവിടെ എത്തി. പിന്നെ ഇനി കാണാൻ പോണത് എവിടെന്നറിയോ? ഞങ്ങൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തിരുന്ന അബു ഹുസൈനിയ എന്ന് പറഞ്ഞ ആ ബംഗ്ലാവിലാണ്, പ്രേതങ്ങളുടെ കൂടെയുള്ള ആ പ്രേത ബംഗ്ലാവില്. പിന്നെ ബാക്കി എന്താ പറയാൻ പറ്റുക, നമ്മള് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്, നമ്മളെ കാക്കു വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. വീട് ഇതാ കണ്ടോളി. എടുത്തേക്ക് പോണാ, ഇവിടുന്ന് കാണുമ്പോ ഒരു പ്രത്യേകത ഒരു ഫീലിംഗ് ആണ്. പിന്നെ ചില ഏതോ ഒരു ചങ്ങായി പറഞ്ഞിന് ഇവിടെ ഒരു ഇതുമില്ല, ഞാൻ ഇവിടെ മറ്റേ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇവിടെ ഒരു കോപ്പില്ലാത്തത്. നിനക്ക് രാത്രി ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് മതിൽ ചാടിയിട്ട് വീഡിയോ ചെയ്യടാ, അപ്പൊ നമ്മള് മനസ്സിലാക്കും എന്റെ ചങ്കൂറ്റ് എന്താണ്. ഇത് പത്രമാധ്യമത്തിലേക്ക് വന്ന സംഭവമാണ്. ഇവിടെ കുവൈത്ത് പത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 10 ആളുകൾ താമസിച്ചിരുന്നു. 10 ആൾ ഒരുമിച്ച് മരണപ്പെടുകയും ചെയ്തത്. ചിന്നന്റെ ശല്യം എന്നൊക്കെ പിന്നീട് പറയപ്പെട്ടത്. അപ്പൊ ഉള്ള സംഭവം ഉള്ള പോലെ തന്നെ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനായിട്ട് ഇങ്ങനെ വന്നപ്പോ ഓൾക്കൊരു നിർബന്ധം, ഇത് കാണണം എന്ന് പറഞ്ഞു വന്നതാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ, നല്ല റീച്ച് ആയിട്ടുണ്ടാവും. നല്ല റീച്ച് ആയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവര് വന്നിട്ട് എന്താ പറയാ, ഇവിടെ വന്നിട്ട് അതുപോലെ മതിൽ ചാടിയിട്ട് ഒരു വീഡിയോ എടുക്കുക. അപ്പൊ ഞങ്ങള് മനസ്സിലാവും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന്. അല്ലാതെ ഇപ്പോ ഈ ഞങ്ങള് വീഡിയോ എടുത്തിട്ട് നിങ്ങള് അവിടെ അങ്ങനൊന്നുമില്ല ഇവിടെ അങ്ങനൊന്നുമില്ല, ഞാൻ ഡെയിലി പോകുന്ന സ്ഥലമാണ് കൊണ്ട് കാര്യമില്ല. 208 ലാസ്റ്റ് ഇന്ത്യയിലാണ് ഈ സംഭവം കിടക്കുന്നത്. ഉജമ്മകളൊക്കെ കൂടിയിട്ട് 30 മാളും മറ്റേ ഗ്രിഡ് ചില്ലിയും അതുപോലെ തന്നെ ക്യാപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇന്ത്യയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പൊ എന്തിരുന്നാലും ഈ വീട് ഇത്രയും അനാഥപ്പെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഉള്ള ആളുകളുടെ വീടാണെങ്കിലും ഇല്ലാത്തവന്റെ ആണെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് സെറ്റപ്പ് ആക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഇടണമെങ്കിൽ എന്തെങ്കിലും ശല്യമുണ്ട്. പ്രാതത്തിന്റെ ജിന്നിന്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് മനുഷ്യവാസം ഇല്ലാതെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ സത്യം.